അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് കുബൂസ് വെച്ച് 2 സ്നാക്സ് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത്. ചട്ടിപ്പത്തിരിയും പിന്നെ സമൂസയും. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ചട്ടിപ്പത്തിരിക്ക് ഷീറ്റ് ഉണ്ടാക്കി മെനക്കെടാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം ഉള്ളി വഴറ്റുക. അതുപോലെ നിങ്ങൾ എങ്ങനെ മസാല ഇതിലേക്ക് ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ സമൂസയ്ക്കും ചട്ടിപ്പത്തിരിക്കും കൂടി രണ്ടിനും വേണ്ടിയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അധികം കട്ടി കൂടാതെയാണ് ഞാൻ ഈ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മസാല എല്ലാം ഒന്ന് തന്നെ, ബാക്കി ഷീറ്റിന് പകരം ഞാനിവിടെ കുബൂസ് യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മസാല തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടി വലിയ കുബൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ചട്ടിപ്പത്തിരി ആണെങ്കിൽ ചെറിയ കുബൂസ് എടുക്കാം. ഞാൻ വലിയ കുബൂസാണ്, അപ്പോൾ നല്ല കുബൂസ് നോക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് രണ്ട് ഭാഗം കിട്ടും നമുക്ക്. അപ്പോൾ ആ 2 ഭാഗവും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് മുക്കിയെടുക്കണം, ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഈ കുബൂസിനെ. അതിനായിട്ട് മുട്ടയും പാലും ഒഴിച്ചിട്ടുള്ള ഒരു ബാറ്ററിലിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഒരു പാനിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കിയ മസാല കൂട്ട് ഒന്ന് വിതറി കൊടുക്കുക. ഇവിടെ അധികം മസാല വേണ്ടാത്തത് കൊണ്ട് കുറച്ച് ഞാൻ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാൻ അല്പം മൈദയും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ പീസും ഇതുപോലെ ബാറ്ററി മുക്കി ഇതിൻ്റെ മുകളിൽ ഓരോന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് മസാല ഇടുക, വീണ്ടും അങ്ങനെ അതുപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഉള്ള ബാറ്റർ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. സാധാരണ ചട്ടിപ്പത്തിരി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് വേറൊരു പാത്രത്തിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക. അത് പാൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക. കണ്ടില്ല, നല്ല എളുപ്പത്തിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. നല്ല ചട്ടിപ്പത്തിരി ആട്ടാ. ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാം. ഇനി ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്നത് ഇതേ കുബൂസ് വെച്ചിട്ട് തന്നെ ഒരു സമൂസ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പോകുകയാണ്. മസാല ഇതേ മസാലയാണ് ഞാനിതിലും വെച്ച് കൊടുക്കുന്നുണ്ടത്. അതിനായി ഞാൻ ഇതുപോലെ തന്നെ കുബൂസ് സൈഡ് വെട്ടിയെടുത്തതിന് ശേഷം രണ്ടായി എടുത്തിട്ട് സമൂസയ്ക്ക് വേണ്ട രീതിയിൽ മുറിച്ചെടുക്കാം. സമൂസൻ്റെ ഷീറ്റില്ലേ അതുപോലെ കുറച്ച് ഞാൻ വലിയ സമൂസയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വെള്ളത്തിലാണ് ഞാനിത് മുക്കിയെടുക്കുന്നത് കേട്ടോ. വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒന്ന് സോഫ്റ്റ് ആക്കുക. അധികം വെള്ളത്തിൽ മുക്കി വെക്കരുത്, പൊടിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് മസാല വെച്ച് സമൂസ ഉണ്ടാക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കാം. ഒരു കയ്യിൽ ക്യാമറ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ചട്ടിപ്പത്തിരിക്ക് വെച്ച ബാറ്ററിലേക്ക് ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ഇതേ കുബൂസിനെ പൊടിച്ചെടുത്ത ഈ പൊടിയിലേക്ക് ഇട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ.
അതിനുശേഷം ഓയിൽ പൊരിച്ചെടുക്കാം. നല്ല അടിപൊളി സമൂസ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നല്ല ഈസി ആയിട്ടുള്ള 2 റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.